നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ FC ഗോവ വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസ് മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ FC ഗോവയെ തോൽപ്പിച്ചു വിട്ടിരിക്കുകയാണ് കരുത്തരായ മോഹൻ ബഗാൻ FC. നമുക്കറിയാം, FC ഗോവ ഈ സീസണിൽ ഒരു മത്സരങ്ങൾ പോലും തോറ്റിട്ടില്ലായിരുന്നു. നീണ്ട അൺബീറ്റൻ റണ്ണുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മോഹൻ ബഗാൻ FC ഗോവയെ തോൽപ്പിച്ചു വിട്ടിരിക്കുന്നത്. മികച്ച തന്നെ മോഹൻ ബഗാൻ കാഴ്ചവെച്ച് പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനം ഉയർന്നു വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനൊരു ചെറിയ തിരിച്ചടിയും ആയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. 74-ാം മിനിറ്റിലായിരുന്നു വിദേശ താരമായ ഡിമിട്രീസ് പെട്രറ്റ്സ് എന്ന് പറയുന്ന താരം മോഹൻ ബഗാന് വേണ്ടി ഗോൾ നേടിക്കൊടുത്തത്. മികച്ച പ്രകടനം തന്നെയാണ് മോഹൻ ബഗാന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അൺബീറ്റൻ കുതിപ്പ് കടന്നു പോയിക്കൊണ്ടിരുന്ന FC ഗോവനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് മോഹൻ ബഗാൻ. എന്തായാലും വരും മത്സരങ്ങളിൽ ഇനി കൂടുതൽ പോയിന്റുകൾ നേടി ഏത് ടീം പോയിന്റ് ടേബിളിൽ ഉയർന്നു വരുന്നു എന്ന് നമുക്ക് നോക്കി തന്നെ ഇരിക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ചെന്നൈയിൻ FCക്കെതിരെയാണ്. നാളെയാണ് മത്സരം നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പഞ്ചാബ് FCയോട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മിലോസ് ട്രിൻസിച്ചിലൂടെ ഒരു ഗോളിന് മുന്നിൽ എത്തിയെങ്കിൽ പോലും രണ്ടാം പകുതിയിൽ അതേപോലെ തന്നെ ആദ്യ പകുതിയിലും വന്ന് പഞ്ചാബ് FCയുടെ താരങ്ങൾ 3 ഗോളുകൾ അടിച്ചു കൂട്ടുക തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു കനത്ത തോൽവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പല താരങ്ങളും ആയിട്ട് പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഫേക്കാണെന്നും നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ CK വിനീത് പഞ്ചാബ് FC മത്സരത്തിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തോറ്റതുകൊണ്ട് തന്നെ പല ആരാധകരും വമ്പൻ കലിപ്പിൽ തന്നെയാണ്. എന്തായാലും CK വിനീത് ആരാധകർക്കുള്ള ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചടി നേരിടുമ്പോഴാണ് ആരാധകർ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിൽക്കേണ്ടതെന്ന് CK വിനീത് എന്ന് പറയുന്ന താരം പറയുന്നു. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി ഗോളുകൾ നേടിക്കൊടുത്ത താരമാണ് CK വിനീത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്ന ചങ്ക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിർത്തുന്നു.